Hi folks. So retracement versus reversal. സോ നമുക്ക് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇടുന്നതിന് തിരിച്ച് റിവേഴ്സ് ആവുന്നതാണ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അതേസമയം റിട്രേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പാൻഡിങ് മാർക്കറ്റിന് തിരിച്ചു വന്ന് നമ്മളൊരു ഇംബാലൻസ് ഫില്ല് ചെയ്ത് തിരിച്ചു പോയി ഇംബാലൻസ് ഫില്ല് ചെയ്യുന്നു, ലിക്വിഡിറ്റി ഇംബാലൻസ്, ലിക്വിഡിറ്റി ഇംബാലൻസ്, ലിക്വിഡിറ്റി. ഇങ്ങനെയാണ് ഒരു റിട്രേസ്മെന്റിന്റെ ഡെലിവറി പ്രൊഫൈൽ. ഇതൊരു റിവേഴ്സലിന്റെ ഡെലിവറി പ്രൊഫൈലാണ്. സോ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ട്വിസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് റിവേഴ്സലും റിട്രേസ്മെന്റ്സും. നിങ്ങൾ മിക്ക റിട്രേസ്മെന്റ്സും റിവേഴ്സൽസ് ആണെന്ന് കരുതി ട്രേഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു റിട്രേസ്മെന്റ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസും ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ലോ ഒക്കെ എയിം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ലോ എയിം ചെയ്യാറുണ്ട്. പക്ഷെ പ്രൈസ് നിങ്ങളുടെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തിട്ട് തിരിച്ച് നിങ്ങളെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് പോകാറാണ് പതിവ്. സോ അതിനെയാണ് നമ്മൾ റിട്രേസ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷെ റിവേഴ്സൽസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൈസ് ചെന്ന് കഴിഞ്ഞാൽ ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് SMR നടന്നിട്ട് നമുക്കൊരു പ്രോപ്പർ മാർക്കറ്റ് മേക്കർ മോഡൽ കിട്ടും. സോ റിട്രേസ്മെന്റ്സ് ആൻഡ് റിവേഴ്സൽ നമുക്കൊരു റിയൽ ഇതിൽ തന്നെ നോക്കാം. ഇനി തൊട്ട് നമ്മൾ സ്കിമാറ്റിക്സിൽ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ്. നമ്മളിനി മിക്കപ്പോഴും റിയൽ ലൈഫ് എക്സാമ്പിൾസ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഡ്രോപ്പായി ഒരു പ്രീവിയസ് വീക്ക് ലോ എടുത്തു, അവിടെ നമുക്ക് റിവേഴ്സൽ കിട്ടി, സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടി, പ്രൈസ് മുകളിലോട്ട് പോയി നമുക്ക് ആ വീക്കിന്റെ ഒരു ഹൈ എടുത്തു. സോ ഇത് നമുക്കൊരു പക്ക റിവേഴ്സൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം പ്രൈസ് ഇവിടെ വന്നു, തിരിച്ച് ആ ഒരു ഇവിടെ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടിയില്ല, അവിടുന്ന് റിവേഴ്സൽ ആയിരുന്നു ഉണ്ടായിരിക്കുന്നത്. അതേസമയം നമുക്കൊരു റിട്രേസ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. പ്രൈസ് മുകളിലോട്ട് പോയി, റിട്രേസ് ആയി ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക്, പ്രൈസ് മുകളിലേക്ക് പോയി, റിട്രേസ് ആയി ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക്, പ്രൈസ് മുകളിലേക്ക് പോയി, റിട്രേസ് ആയി, പ്രൈസ് മുകളിലേക്ക് പോയി, റിട്രേസ് ആയി, മുകളിലേക്ക് പോയി, റിട്രേസ് ആയി, ആൻഡ് കൺസോൾട്ടേഷൻ. സോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ റിട്രേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഇന്നും ഞാൻ കണ്ട ഒരു കാര്യമാണ്, ലൈക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് റിവേഴ്സൽ ആണെന്ന് കരുതിയ ആൾക്കാർ സെല് ചെയ്യാൻ ശ്രമിക്കുന്നതും അങ്ങനെ കുറെ ഇഷ്യൂസ് ഞാൻ കണ്ടിരുന്നു. സോ ഇതിന്റെ ഡെപ്ത് ആയിട്ട് പോകുവാണെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിം റിവേഴ്സൽസ്, നമുക്ക് ലോവർ ടൈം ഫ്രെയിം, ഹയർ ടൈം ഫ്രെയിം റിട്രേസ്മെന്റ്സ് ലോവർ ടൈം ഫ്രെയിം റിവേഴ്സൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഒരു 1 അവറിന്റെ റിട്രേസ്മെന്റ് അല്ലെങ്കിൽ ഒരു 1 വീക്കിന്റെ റിട്രേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് കുറെ ഡേയ്സ് ഓഫ് റിട്രേസ്മെന്റ് ആണ്. അപ്പോൾ ഒരു ലോവർ ടൈം ഫ്രെയിം ഒരു ബെയറിഷ് വീക്ക് എന്ന് തന്നെ പറയാം നമുക്ക്. സോ നിങ്ങൾ അത് നോക്കേണ്ട കാര്യം. അപ്പം നമ്മളൊരു ഇൻട്രാഡേ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ചാർട്ട് ഒരു 1 അവറിന്റെ ആണ് എടുത്തു. ഓക്കെ, ഈ ഒരു ചാർട്ട് ഒരു 1 അവറിന്റെ ആണ്. നമ്മൾ ഈ ഒരു പ്രൈസ് ലെഗ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് ലെഗിന്റെ അകത്ത് എന്ത് നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു പ്രൈസ് ലെഗ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് തട്ടിയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടുന്നത്. മെയിൻലി ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു റെസിസ്റ്റിംഗ് PDRA ആയിട്ടുള്ള ഒരു ബ്രേക്കറോ അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് പ്രൈസ് ആവാം. ലൈക്ക് നിങ്ങൾക്ക് ലിക്വിഡിറ്റി പോയിന്റ്സ് എന്താണെന്ന് അറിയാം. അപ്പോൾ ആ ലിക്വിഡിറ്റി പോയിന്റിൽ നിന്ന് തട്ടിയിട്ടായിരിക്കും ആ ഒരു പ്രൈസ് തിരിച്ച് ഇന്റേണൽ റേഞ്ചിലേക്ക് വരുന്നത്. കാരണം അത്രയും ഇമ്പൾസീവ് ആയിട്ട് പ്രൈസ് മൂവ് ചെയ്ത് ആ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ടാപ്പ് ചെയ്തിട്ട് പിന്നെയും എക്സ്പാൻഡിങ് മാർക്കറ്റ് ആണ്, പക്ഷെ ആ ഒരു പ്രൈസ് ലൈക്ക് അകത്തേക്ക് റിട്രേസ് ആവും. അപ്പം ഈ ഒരു പോയിന്റ് സൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു റെഡ് ലൈൻ തന്നെ എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ആ റെഡ് ലൈനിൽ തന്നെ പഠിക്കാം. സോ ആ റെഡ് ലൈൻ തന്നെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 1 അവർ ആണ്. ഇതിന്റെ ലോവർ ടൈം ഫ്രെയിമിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റിൽ എടുക്കുവാണെങ്കിൽ പ്രൈസ് മേളിൽ പോയി ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തു, തിരിച്ച് അവിടെ നമുക്ക് SMR നടന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മുടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്നു. ഇതാണ് എക്സാക്ട്ലി ഇവിടെ നടക്കുന്നത്. സോ പ്രൈസ് തിരിച്ചു വരുന്നത് എന്തിനാണ്? തിരിച്ചു വരുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഇംബാലൻസ് കവർ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് ഇത്രയും ഇമ്പൾസീവ് മൂവ് ആയിട്ട് പ്രൈസ് മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ ഒരു ക്രിയേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും എന്നല്ല, ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു ഇംബാലൻസ് കവർ ചെയ്യാനാണ് വരുന്നത്. ഈ ഒരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ആയില്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും പ്രൈസ് റിട്രേസ് ആവുന്നത്? അത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. സോറി, നിങ്ങളാരും ചോദിച്ചില്ല, എനിക്ക് അങ്ങനെ ഓർമ്മ വന്നതാണ്. സോ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്, നമുക്ക് പ്രൈസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്താൽ ഇംബാലൻസ് ക്രിയേറ്റ് ആവും. അപ്പൊ നമുക്ക് പ്രൈസ് സ്ലോ ആയിട്ട് മൂവ് ചെയ്താൽ എന്താ നടക്കാൻ പോകുന്നത്? നമുക്കിങ്ങനെ
എഞ്ചിനീയർഡ് ലിക്വിഡിറ്റീസ് കാണും. കാരണം അവിടെ ലിക്വിഡിറ്റീസ് എഞ്ചിനീയർ ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഈ ഒരു ലോ പ്രൊട്ടക്റ്റഡ് ആണ്, ഈ ഒരു ലോ പ്രൊട്ടക്റ്റഡ് ആണ്, പ്രൊട്ടക്റ്റഡ് പി ലോസ് അങ്ങനെ പ്രൊട്ടക്റ്റഡ് ലോസ്, മൾട്ടിപ്പിൾ പ്രൊട്ടക്റ്റഡ് ലോസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തും. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് ഡ്രോപ്പ് ആയി നമ്മൾ ആ ഒരു പ്രൊട്ടക്റ്റഡ് ലോസ് എല്ലാം ടേക്ക് ഡൗൺ ചെയ്യും. ഇതാണ് നമ്മുടെ റിവേഴ്സലിന്റെ മറ്റൊരു റീസൺ. ഓക്കെ, തിരിച്ച് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുമെന്ന് നിങ്ങളുടെ ഞാൻ നേരത്തെയും പല പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അപ്പൊ ഈ രണ്ട് കാരണം കൊണ്ടാണ് പ്രൈസ് ഇങ്ങനെ റിട്രേസ് ആവുന്നതിന്റെ റീസൺ. സോ ഒരു ഹയർ ടൈം ഫ്രെയിം റിട്രേസ്മെന്റ് ഒരു ലോവർ ടൈം ഫ്രെയിം മാർക്കറ്റ് മേക്കർ മോഡലാണ്. ഈ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേൾക്കാതെ വരുമ്പോ കേട്ടോ. ഒരു ഹയർ ടൈം ഫ്രെയിം റിട്രേസ്മെന്റ് ഒരു ലോവർ ടൈം ഫ്രെയിം മാർക്കറ്റ് മേക്കർ മോഡലാണ്. അപ്പൊ ഹയർ ടൈം ഫ്രെയിം റിട്രേസ്മെന്റ് എങ്ങനെയാണ് ഒരു ലോവർ ടൈം ഫ്രെയിം മാർക്കറ്റ് മേക്കർ മോഡൽ ആവുന്നത്? സോ നിങ്ങൾക്ക് ഇവിടെ നോക്കാമെന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്തു, നമ്മളുടെ ഓവറോൾ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ഓവറോൾ ബയാസ് അല്ലെങ്കിൽ ട്രെൻഡ് അത് ബുള്ളിഷ് ആണ്. സോ നമ്മുടെ പ്രൈസ് 1 hourൽ തട്ടി അവിടുന്ന് ഇതായി. അപ്പം ആ ഒരു ഡ്രോപ്പ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രോപ്പിനെ മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു ഡ്രോപ്പിനെ മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്രോപ്പ് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിന് എന്താ വിളിക്കുന്നത്? പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ ഒരു പോയിന്റ് മോസ്റ്റ് പ്രോബ്ലി എന്തായിരിക്കാം? അതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ആയിരിക്കും. ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണിന്റെ പ്രൊട്ടക്റ്റഡ് ലോസ് ആയിരിക്കും. ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ആണെങ്കിൽ അപ്പൊ എവിടെ ആയിരിക്കും എന്റെ പ്രൈസ് നിൽക്കാൻ പോകുന്നത്? ലൈക്ക് ഇതൊരു വലിയ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ആണെങ്കിൽ എന്റെ പ്രൈസ് അവിടെ നിൽക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാക്ട്ലി ഒരു സ്പെസിഫിക് ടൈം വിൻഡോയിൽ ഒരു സെഷൻ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു പുതിയ 1 hour ക്യാൻഡലിന്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു 4 hour ക്യാൻഡലിന്റെ ഓപ്പണിംഗിൽ നിങ്ങൾക്ക് ഒരു SMT ഫോം ആയിട്ടായിരിക്കും പ്രൈസ് അവിടെ സ്റ്റോപ്പ് ആവാൻ പോകുന്നത്. ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണിന്റെ സെൽഫ് സ്റ്റോപ്സ് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ടാണ് പ്രൈസ് റിട്രേസ് ആവുന്നതെങ്കിൽ നമുക്കപ്പം കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് വെക്കാനായിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കുള്ള റിട്രേസ്മെന്റ് വെക്കാം. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ എക്സാക്ട്ലി ഒരു ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു, അവിടെ നമ്മുടെ മാക്രോവിന്റെ വരെ ടൈം ഡിസ്റ്റോർട്ട് ആയി, അവിടെ നമുക്ക് റിവേഴ്സൽ കിട്ടി, സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടി. സോ ഈ ഒരു സെക്ഷൻ ഞാനത് വേറൊരു കളർ ബോക്സിലാക്കാൻ പോവാണ്. ജസ്റ്റ് ഈ ഒരു സെക്ഷൻ, ഓക്കെ, യെല്ലോ അത്ര നല്ല കളറല്ല. സോ ഈ ഒരു സെഷൻ മാത്രം, ആ ഒരു സെക്ഷൻ മാത്രം ഞാൻ ഒന്ന് സൂം ഇൻ ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു സെക്ഷൻ മാത്രം നോക്കുവാണെങ്കിൽ പ്രൈസ് വന്നിരിക്കുന്നത് ഈ ഒരു ഇംബാലൻസിലാണ്. നമുക്ക് ആ ഇംബാലൻസ് അങ്ങനെ എടുത്ത് താഴെ കൊണ്ടുവരാം. ഈ ഒരു ഇംബാലൻസി വന്നു, നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടി. അപ്പൊ നിങ്ങളുടെ ഒറിജിനൽ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, പാറ്റേൺ അല്ല, നിങ്ങളുടെ ഒറിജിനൽ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടെ ആയിരിക്കും നടന്നിട്ടുള്ളത്? നമ്മുടെ റിവേഴ്സൽ നടന്നിരിക്കുന്ന ആ ഒരു ഹൈയിൽ നിന്നാണ് നിങ്ങളുടെ ഒറിജിനൽ കൺസോൾട്ടേഷൻ. സോ ഇവിടുന്ന് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷന്റെ ഫസ്റ്റ് ലെഗ് നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ ടേർട്ടിൽ സൂപ്പ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. നിങ്ങൾക്ക് TPs ഇവിടെ വെക്കാം. പിന്നെ പക്ഷെ മാർക്കറ്റ് എക്സ്പാൻഡിങ് മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ TPs ഇതിലും വളരെ വലിയ ഹൈസിലും ലൈക്ക് ഒരു പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് മന്ത് ഹൈയിലോട്ടൊക്കെ എയിം ചെയ്യാം. അത് നിയറസ്റ്റ് പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി ആണെങ്കിൽ. നമുക്ക് ഇനി ഇത് റിയൽ ലൈഫ് ചാർട്ട്സിൽ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ മെയിൻലി നോക്കുന്ന റിട്രേസ്മെന്റ്സ് ആണ്. സോ ഇവിടെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടാണ് ഓപ്പൺ ചെയ്തത്. ആ ഒരു ഗ്യാപ്പ് ഇട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഫസ്റ്റ് പ്രൈസ് ചെയ്തതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള സമയത്ത് ഗ്യാപ്പ് ഓപ്പൺ ആയി ആ ഒരു ഇൻസ്റ്റന്റ് മൊമെന്റിൽ തന്നെ പ്രൈസ് ഭയങ്കര സ്പീഡിൽ ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്തു. അതിനുശേഷമാണ് ആ ഒരു സെയിം ക്യാൻഡിലിൽ തന്നെ പ്രൈസ് മേളിൽ പോയി പ്രൈസ് എക്സ്പാൻഡ് ആവാൻ തുടങ്ങി. പ്രൈസ് ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷന്റെ അവസാനം ഇവിടെ നമുക്കൊരു റിട്രേസ്മെന്റ് കിട്ടി. ഇതൊരു റിവേഴ്സൽ അല്ല, ഇതൊരു റിട്രേസ്മെന്റ് ആണ്. അത് എങ്ങനെയൊക്കെ കൺഫേം ചെയ്യാം? കാരണം നമ്മൾ ഓൾറെഡി ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ നിയറസ്റ്റ് അടുത്ത ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി തന്നെയാണ്. സോ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാനായിട്ട് നമുക്ക് പ്രൈസ് റിട്രേസ് ആയി, കുറച്ചുകൂടെ പവർ കൊണ്ടുവന്നു, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തു, പ്രൈസ് ബെയറിഷ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പ്രൈസ് ഇവിടെ എക്സാക്ട്ലി നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടി, നമുക്ക് SMTs ഫോമായി, നമ്മുടെ 369 വർക്കായി, നമ്മുടെ ടാപ്റ്റ കോൺസെപ്റ്റ് വർക്കായി, നിങ്ങളുടെ 3 candle പാറ്റേൺ വർക്കായി. നിങ്ങൾ എന്തൊരു കാര്യം പറഞ്ഞാൽ അത് അവിടെ ഈ ഒരു എക്സാക്ട് പോയിന്റിൽ സ്വിംഗ് പോയിന്റിൽ വർക്കായിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രാക്ടൽ മോഡൽസും നിങ്ങളുടെ ഏതൊരു കണ്ടിന്യൂവേഷൻ മോഡൽ ആണെങ്കിലും അതിവിടെ വർക്കായിട്ടുണ്ട്. സോ
നിങ്ങൾക്ക് ഇപ്പോൾ ഈവൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് വെച്ചും ലാബ് മോഡൽ, നിങ്ങൾ അലക്സിന്റെ മോഡൽ, റിച്ചീസ് മോഡൽ, ഫ്ലാഗ്ഷിപ്പ് മോഡൽ, എല്ലാ മോഡൽസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു എക്സാക്ട് മോഡൽസിന്റെ ഫീച്ചേഴ്സിലാണ് ഈ ഒരു റിവേഴ്സൽ നടന്നിരിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ഇതൊരു റിവേഴ്സലാണ്, ഇതൊരു റിവേഴ്സലാണ്, ഇതൊരു റിവേഴ്സലാണ്. പക്ഷെ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ അതൊരു റിട്രേസ്മെന്റ് ആണ്. സോ ഹയർ ടൈം ഫ്രെയിം റിട്രേസ്മെന്റ്, ലോവർ ടൈം ഫ്രെയിം മാർക്കറ്റ് മേക്കർ മോഡലാണ്. സോ ഈ ഒരു സെല്ല് ക്യാപ്ചർ ചെയ്യാത്തവർക്ക് നിങ്ങളുടെ എന്താ പറയാ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ള റിവേഴ്സൽ പിടിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ TP അടിക്കുന്നത് ഇവിടാണ്. കാരണം അതാണ് നിങ്ങളുടെ ഒരു ഷോർട്ട് ടേം ഹൈ എന്ന് പറയുന്നത്. ആ ഒരു ഷോർട്ട് ടേം ഹൈയിലുള്ള പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോയി ആൻഡ് നമ്മുടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തു. അതോടെ നിങ്ങളുടെ ട്രേഡ് കഴിഞ്ഞു. ഓക്കെ, ഇതായിരുന്നു മൺഡേ. അതിനുശേഷം നമുക്ക് ട്യൂസ്ഡേ നോക്കുവാണെങ്കിൽ ട്യൂസ്ഡേ നമുക്ക് ഓവർനൈറ്റ് സെഷൻ നല്ല എക്സ്പാൻഷൻ ആയിരുന്നു. ഓവർനൈറ്റ് എക്സ്പാൻഷന് ശേഷം ലണ്ടൻ കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ. സോ അടുത്ത നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഉറപ്പായിട്ടും AM സെഷൻ ചോപ്പ് ചെയ്യാതിരിക്കത്തില്ല, AM സെഷൻ എക്സ്പാൻഡ് ചെയ്തിരിക്കും. സോ AM സെഷൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മാനിപ്പുലേഷൻ വേണം. ആ മാനിപ്പുലേഷൻ ആണ് ഈ ഒരു റിട്രേസ്മെന്റ്. നമ്മുടെ ലോവർ ടൈം ഫ്രെയിമിൽ അത് മാനിപ്പുലേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. സോ മാനിപ്പുലേഷൻ എവിടെ വരാൻ വന്നത്? നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്കാണ് വന്നത്. ഈ ഒരു ഗ്യാപ്പ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആ ഒരു ഗ്യാപ്പിൽ വന്നു, നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സിൽ കിട്ടി, ബ്രേക്കർ ഫോമായി, ഇൻവേർഷൻ ഗ്യാപ്പ് ഫോമായി, നിങ്ങളുടെ SMT ഫോമായി, നിങ്ങൾ നെയിം ഇറ്റ്, അതിവിടെ ഫോം ആയിട്ടുണ്ട്. ആ ഒരു പോയിന്റിന് ശേഷം പ്രൈസ് റാലി ചെയ്തു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റാലി ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലെ ഷോർട്ട് ടേം ഹൈ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മാനിപ്പുലേഷന് മുമ്പേ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ ആണ്. ഈ ഒരു ഹൈ ആണ് ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ. അതേപോലെ ഞാൻ പറയാൻ വിട്ടു നിങ്ങൾക്ക് ഈ ഒരു ഹൈയും ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ ആണ്. നിങ്ങൾക്ക് ഇവിടെ വല്ല കൺസോൾട്ടേഷൻ കാണാമോ? കാണുന്നില്ല. പക്ഷേ ഇതൊരു ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ ആണ്. സോ ഇതെല്ലാം ഒരു കോൺസെപ്റ്റ് ആണ്, ഇതൊരിക്കലും ഒരു പാറ്റേൺ അല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഈ ചാർട്ട് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ നോക്കൊള്ളാം, ഇതൊരു മാർക്കറ്റ് മേക്കർ മോഡൽ. പിന്നെ സൂം ഔട്ട് നോക്കിയാൽ ഓക്കെ ഫൈൻ, ഇതൊരു മാർക്കറ്റ് മേക്കർ മോഡൽ, ഇതൊരു മാർക്കറ്റ് മേക്കർ മോഡൽ, ഇതൊരു മാർക്കറ്റ് മേക്കർ മോഡൽ. നിങ്ങൾക്ക് അപ്പം അങ്ങനെ കുറെ ഒരു ലോജിക്ക് പാറ്റേൺ ബേസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ മാർക്കറ്റിൽ ആന്റിസിപ്പേഷനും പ്രഡിക്ഷനും ഫ്യൂച്ചറിലേക്കുള്ള മാർക്കറ്റ് പ്രൊട്രാക്ഷനും ആണ് വേണ്ടത്. നമുക്കല്ലാണ്ട് ഈ മാർക്കറ്റ് മേക്കർ മോഡൽ ആയിരിക്കും, ഇത് സെൽ മോഡൽ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു മാർക്കറ്റ് മേക്കർ മോഡൽ കണ്ടോ, എക്സാക്ട്ലി ഇവിടുന്ന് റിവേഴ്സ് ആയി പോയത്. നിങ്ങളുടെ മാർക്കറ്റ് മേക്കർ മോഡലിന്റെ പാറ്റേൺ കോൺസെപ്റ്റ് വെച്ച് ഇത് ഇവിടെ വന്ന് ഈ താഴത്തെ ലിക്വിഡിറ്റി എടുക്കണ്ടേ, അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. സോ ഇവിടുന്ന് ഇത് എക്സ്പാൻഡ് ആയിപ്പോയി, ഇവിടുന്ന് ഇത് റിവേഴ്സ് ആയിട്ട് ഇത് മേളിൽ പോയി, ഇത് എടുത്തിട്ടില്ല. അതിനുശേഷം അതിന് അവിടെ കിടന്ന് കൺസോൾട്ടേഷൻ ആയിരുന്നു, തിരിച്ച് താഴെ വന്നു. അപ്പൊ കൺസോൾട്ടേഷന്റെ ഇടയിൽ ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് പല പല മാർക്കറ്റ് മേക്കർ മോഡൽസ് എന്നുള്ള രീതിയിൽ കാണാം. അപ്പൊ നിങ്ങളുടെ ലോജിക്ക് അവിടെ ബ്രേക്ക് ആവും, നിങ്ങളൊന്ന് ഇറങ്ങി തപ്പിയാൽ മതി. നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മാർക്കറ്റ് ഏതൊരു പോയിന്റിൽ നിന്ന് വേണേലും റിവേഴ്സ് ആവാം. നിങ്ങൾക്ക് അതിനകത്ത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഓരോ മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് 4 ക്വാർട്ടേഴ്സ് എടുത്തിരിക്കാം. 0%, 100%, 50%, 25%, 75%. സോ മാർക്കറ്റ് നിൽക്കാൻ പോകുന്നത് ഈ ഒരു ഏതെങ്കിലും ക്വാർട്ടർ ലെവലിലായിരിക്കും. അവിടെ നിന്ന് നമുക്ക് റിവേഴ്സൽസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ അത് പറഞ്ഞു വന്നത് ഈ ഒരു ഇത് എക്സാക്ട്ലി നമ്മുടെ ഒരു 75 എന്നുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഒരു മിഡ് പോയിന്റിന്റെയും 75യുടെയും ഇടയ്ക്ക് നിന്നാണ് ഇത് റിവേഴ്സ് ആയി പോയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് എന്താ പറയാ ഒരു താഴോട്ടുള്ള കണ്ടിന്യൂവേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത് പിന്നെ ചോപ്പിനെസ് ആയിരുന്നു മാർക്കറ്റിൽ. നിങ്ങൾക്ക് അത് നോക്കിയേ കാണാം, നിങ്ങളുടെ ഒരു പാറ്റേൺ ലോജിക്ക് അവിടെ ബ്രേക്ക് ആവും. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ അപ്പോൾ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ഇതാണ് അതിന്റെ ഹൈ, ഇവിടുത്തെ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. സോ അതിനുശേഷം മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് താഴോട്ട് വന്നു, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് റിട്രേസ്മെന്റ് ചെയ്തു, തിരിച്ച് മുകളിലോട്ട് പോയി ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തു. സോ ഈ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തില്ലെങ്കിൽ എടുക്കുന്ന മാർക്കറ്റ് ഏതാണ്? കോറിലേറ്റഡ് മാർക്കറ്റ്. സോ അപ്പൊ ES ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. നമ്മളപ്പം സ്റ്റിൽ ആ ഒരു പോയിന്റിൽ ടാപ്പ് ചെയ്യാതെ നമുക്കൊരു വലിയൊരു SMT നമ്മൾ ബാക്കി 2 കോറിലേറ്റഡ് പെയർസും ആയിട്ട് ചെയ്തിട്ട് നിൽക്കുവാണ്. സോ നമുക്ക് നാളെ FOMCയും അതേപോലെ നമ്മുടെ തേഴ്സ്ഡേയും ബാക്കിയുള്ള ദിവസങ്ങളും എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. ഞാൻ ഇന്റേണൽ ലൈക്ക് ഈ ഒരു ഗ്യാപ്പിലേക്ക് പ്രൈസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ലൈക്ക് ഒരു വീക്കും ഇങ്ങനെ ബുള്ളിഷ് ആയിരിക്കത്തില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കോൺസ്പിറസി തിയറി എന്ന് വെച്ചാൽ US ഫെഡ് ജാപ്പനീസ് യെൻ പർച്ചേസ് ചെയ്യുന്നു, ഡോളർ സെല് ചെയ്തിട്ട്. സോ ഡോളറിന്റെ വാല്യൂ ഡ്രോപ്പ് ആവുകയാണ്. സോ ഡോളറിന്റെ വാല്യൂ ഡ്രോപ്പ് ആവും, യെന്നിന്റെ വാല്യൂ കൂടും. സോ ഡോളറിന്റെ വാല്യൂ ഡ്രോപ്പ് ആവുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോക്സ് ബുള്ളിഷ് ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരു നാരറ്റീവ് മാർക്കറ്റിൽ ബിൽഡായി സ്റ്റോക്സ് എല്ലാവരും വാങ്ങിച്ച് കൂടുമ്പോഴത്തേക്ക് ലൈക്ക് റീസെന്റ് തന്നെ ഇപ്പൊ ആപ്പിളിന്റെ സ്റ്റോക്സും അതേപോലെ ഇപ്പൊ ലൈക്ക് ഈ ഒരു വീക്കിൽ 18 കമ്പനീസിന്റെ ഏർണിങ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു കമ്പനീസിന്റെ ഏർണിങ്സും എല്ലാവരും ഇങ്ങനെ ലൈക്ക് ഒരു ബുള്ളിഷ് വീക്കാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ആവശ്യത്തിന് ഓർഡേഴ്സ് മാർക്കറ്റിൽ വന്നു കഴിയും, മാർക്കറ്റ് വല്ലാണ്ട് ഒരു ക്രാഷ് കൊണ്ടുവരും. സോ
ഏറ്റവും മേളിൽ നിന്ന് ക്രാഷ് ആയ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റിയും ഈ ഒരു ഗ്യാപ്പും ആണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എവിടെയാണ് മാർക്കറ്റ് പോകുന്നതെന്ന്. അതേപോലെ ഇൻ ദ പാസ്റ്റും ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി വോയിഡ് വന്നെടുത്ത് വേറൊരു പുതിയ ലിക്വിഡിറ്റി വോയിഡ് വന്നെടുത്ത് ലൈക്ക് ഒരു പ്രാവശ്യം മാത്രം മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ലീവ് ചെയ്തിട്ടില്ല, ഉറപ്പായിട്ടും അവിടെ റീവിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഈ ആഴ്ചത്തെ എൻ്റെ ഒരു വ്യൂ പോയിന്റ് അതാണ്. സോ ലൈക്ക് ഞാൻ പറയുന്നില്ല ഇൻഡെക്സ് ഇസ് ഗോണ കൊളാപ്സ് എന്നല്ല ഞാൻ പറയുന്നത്. ഇൻഡെക്സിൽ നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു റിട്രേസ്മെന്റ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് നമ്മുടെ റിട്രേസ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. സോ റിവേഴ്സൽ ഞാൻ നിങ്ങളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റിവേഴ്സൽസ് കണ്ടാലും എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. റിവേഴ്സൽസിന് 2 എക്സാമ്പിൾസ് നോക്കാനാണെങ്കിൽ ഇന്ന് നമുക്ക് അടിപൊളി കുറെ ട്രേഡ്സ് ഉണ്ടായിരുന്നു റിവേഴ്സൽസിനായിട്ട്. സോ ഇന്ന് നമ്മൾ ടെലഗ്രാം ചാനലിലും ഗ്രൂപ്പ്സിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റിവേഴ്സൽസിൻ്റെത്. സോ പ്രൈസ് മാനിപ്പുലേഷൻ നടത്തി ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു, അവിടെ നമുക്ക് SMT കിട്ടി, നമ്മുടെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ വന്നിട്ടാണ് അത് തിരിഞ്ഞത്. എന്നിട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് പെർസെന്റ് ലൈക്ക് ആ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ചിലേക്ക് പ്രൈസ് തിരിച്ചും വന്നു. ആ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ചിലേക്ക് നമുക്ക് എന്താ പറയാ ഇവിടെ എൻറ്റർ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഇവിടുത്തെ ഓർഡർ ബ്ലോക്കിൽ എൻ്റർ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ പ്രൊപ്പൾഷൻ ബ്ലോക്കിൽ എൻ്റർ ചെയ്യാമായിരുന്നു. നമ്മുടെ ഫ്യൂച്ചർ സീരീസ് ഓഫ് കാൻഡിൽസ് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്, അവിടെയും എൻ്റർ ചെയ്യാമായിരുന്നു. സോ മോസ്റ്റ്ലി ആൾക്കാർ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു ബ്രേക്കർ ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്സും എടുക്കാം, ബ്രേക്കേഴ്സും എടുക്കാം, പോരാത്തിന് അവിടെ ഒരു ഗ്യാപ്പും ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നോർമലി എൻട്രി കിട്ടാത്തവർക്ക് ഇവിടെയും എൻട്രി ചെയ്യാം. സോ മാർക്കറ്റ് ഇത് ചെയ്തു, നമ്മുടെ ഈ ഒരു ലണ്ടൻ ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. ആ ഒരു ലണ്ടൻ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ട് ലണ്ടൻ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ അത് ഒറിജിനൽ കൺസോൾട്ടേഷന്റെ ഹൈ ആണ്. ആ ഒരു ഒറിജിനൽ കൺസോൾട്ടേഷന്റെ ഹൈ ലൈക്ക് ഒറിജിനൽ കൺസോൾട്ടേഷന്റെ ഹൈ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. സോ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ടാണ്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ ഏതെങ്കിലും ഒരു ഡേ ആയിരിക്കും. നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ഈ അസറ്റ് ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു കോറിലേറ്റഡ് അസറ്റ് ക്ലാസ് അത് ഉറപ്പായിട്ടും എടുത്തിരിക്കും. നിങ്ങൾക്ക് അത് വെരിഫൈ ആവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ആക്ച്വലി ഇത് പ്രൈവറ്റ് മെന്റർഷിപ്പിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് ഞാൻ ലൈക്ക് നിങ്ങൾക്കും കൂടെ അറിയണമെന്ന് തോന്നി ഞാൻ, കാരണം റിവേഴ്സൽസ് മാത്രമേ നിങ്ങളുടെ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, ഞാൻ റിട്രേസ്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ ഇതാണ് റിട്രേസ്മെന്റ്സിന്റെ ഓവറോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ that's it guys, be safe, trade safe, bye folks.